نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മരണപ്പെട്ടുപോയ വ്യക്തിയുടെ ബന്ധുമിത്രാദികൾ സാധാരണയായുള്ള അദമ്യമായ നാടുകളിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ചില വാചകങ്ങൾ, ഒരു മരണം നടന്ന ഞങ്ങളെ വിട്ടു പോയല്ലോ, അവിടെ ചിലരങ്ങനെയാണ് യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ചില ആളുകൾ സന്ദർശിക്കുവാൻ പോയല്ലോ, നമസ്കരിക്കുവാൻ, ഇനി എങ്ങനെയാണ് ഞങ്ങൾ പോകാറുള്ള അനിച്ചു ജീവിക്കുന്ന നമ്മൾ അല്ലാഹുവേ എങ്ങനെയാകാറുള്ള ചില വാചകങ്ങൾ ഒഴിയുക. ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ബന്ധുമിത്രാദികൾ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തോടുള്ള അദമ്യമായ ഇഷ്ടത്തിന്റെ ഭാഗമായി അടുത്ത ബന്ധുക്കളോ പറയുന്ന ചില വാചകങ്ങൾ എപ്പോഴും ഞങ്ങളും ഇങ്ങനെയൊക്കെ സംസാരിച്ചവരുമാണ്. ചിലരങ്ങനെയാണ് പറയായി. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മറ്റു ചില ആളുകൾ ഇത്ര പെട്ടെന്ന് പോയല്ലോ, ഇനി എങ്ങനെയാണ് ഞങ്ങൾ തനിച്ചു ജീവിക്കുക? അല്ലാഹുവേ എങ്ങനെയാണ് ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? ഇങ്ങനെയുള്ള ഒരുപാട് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാചകങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ മരണപ്പെട്ടു പോയപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെ സംസാരിച്ചവരുമാണ്. സത്യസന്ധമായി നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ പറയുന്നത് ആരോടാണ് യഥാർത്ഥത്തിൽ പറയുന്നത്? നിങ്ങൾ ഞങ്ങളെ വിട്ടു പോയല്ലോ എന്നത് ആരോടാണ് പറയുന്നത്? ഞങ്ങളിനി ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും എന്ന് നമ്മൾ ആരോടാണ് പറയുന്നത്? എങ്ങനെ ഞങ്ങൾക്കിത് സഹിക്കാൻ കഴിയും എന്ന് ആരോടാണ് പറയുന്നത് എന്ന ചോദ്യത്തിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ മരണപ്പെട്ടു പോയ ആളോടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അദ്ദേഹം കേൾക്കുന്നില്ല. അദ്ദേഹം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പറയുന്ന വാചകമാണ്, കേൾക്കുന്നില്ല എന്ന് മാത്രം. സഹോദരങ്ങളെ, ഓരോ മരണം സംഭവിക്കുമ്പോഴും ആ മരിച്ചുപോയ ആളോട് നമ്മൾക്ക് പറയണം എന്ന് തോന്നുന്ന ചില വാക്കുകളാണ് ഈ പറഞ്ഞതെല്ലാം. എന്നാൽ എന്തെങ്കിലും നമ്മൾ തിരിച്ചാലോചിച്ചിട്ടുണ്ടോ? നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾ, നമ്മുടെ വാപ്പയാകാം, അമ്മയാകാം, ബന്ധുക്കളാകാം, അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ, അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അവർ നമ്മളെ വിട്ടു പോയല്ലോ, അവരിപ്പോൾ രക്ഷാശിക്ഷകൾ അനുഭവിക്കുന്നുണ്ടാകുമല്ലോ. അവർ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവൂലേ? അവർ നമ്മളെ വിട്ടു പോയതിനു ശേഷം ഇന്നവർ അനുഭവിക്കുന്ന അനുഭവത്തിൽ നിന്ന് അവർ പറയുന്ന ചില വാക്കുകൾ ഉണ്ടാവുകയില്ലേ? നമ്മൾക്ക് കേൾക്കാൻ അല്ലാഹു കേൾവിശക്തി നൽകിയിരുന്നുവെങ്കിൽ
അവർക്ക് പറയാൻ അല്ലാഹു സംസാര ശക്തി നൽകിയിരുന്നുവെങ്കിൽ അവർ നമ്മളോട് ഉറപ്പായും പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാകും. ചിലരെങ്കിലും അത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാഭൂരിപക്ഷം ആളുകളും നമ്മളോടായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ജീവിച്ചിരിക്കുന്ന നമ്മളോട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഓരോരുത്തരും ഇന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ സാധ്യതയുള്ള 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, അവർ പറയുന്നുണ്ടാകും, നിങ്ങൾ ഞങ്ങളെപ്പോലെ ആകരുത് എന്ന്. നമ്മുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ നമ്മളോട് പറയുന്നുണ്ടാവും, മോനെ മോളെ, നീ വാപ്പാനും ഇമ്മാനും പോലെ ആകരുത് കേട്ടോ. നമ്മുടെ ജ്യേഷ്ഠനോ അനിയനോ ഇഷ്ടപ്പെട്ട ആളുകളോ നമ്മളോട് പറയുന്നുണ്ടാകും, നീ സഹോദരാ, കൂട്ടുകാരാ, നീ ഞങ്ങളെപ്പോലെ ആകരുത് എന്ന്. എന്താണ് അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ 1000 ആളെ എടുക്കുക. ആ 1000 ആളുകളിൽ എത്ര ആളുകളാണ് സ്വന്തം മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും ഒരുങ്ങുകയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച് ബോധ്യത്തോടുകൂടി മരണപ്പെട്ടു പോവുകയും ചെയ്ത എത്ര ആളുകൾ ഉണ്ടാകും? 1% ആളുണ്ടാവും. ബാക്കി എല്ലാ ആളുകളും അള്ളാഹുവിന്റെ ദീനിൽ അവനവന്റെ മരണത്തെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളും കേൾക്കുമ്പോഴും, എന്തിനേറെ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവേ അവരെ പോലെ ഞങ്ങളും നിന്നെ കണ്ടുമുട്ടേണ്ടവരാണ് എന്ന് പറയുമ്പോൾ പോലും മനസ്സിൽ എന്താണെന്നറിയോ? ഇപ്പോഴോ, ഈ സമയത്തോ, ഈ ഒരു അവസ്ഥയിലോ, ഈ ഒരു ആരോഗ്യത്തിലോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചു വെച്ച കാര്യമായിരുന്നു. ഇപ്പോഴൊന്നും നമ്മൾ പോവുകയില്ല. സഹോദരങ്ങളെ, ഖുത്ബയിൽ കേൾക്കുന്നുണ്ട്, ആയത്തുകൾ കേൾക്കുന്നുണ്ട്, ഇസ്തഇദ്ദു കയൗമിക്കും ഹാദാ, ഇതുപോലെയുള്ള അവനവന്റെ മരണത്തെയും പരലോകത്തിനും വേണ്ടി ഒരുങ്ങി നിൽക്കണം കേട്ടോ എന്ന് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് എന്തെന്നറിയുമോ? മരിച്ചുപോയ ആളുകൾ പറയാൻ, ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അസുഖമൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ, അധികമൊന്നും വയസ്സായിട്ടില്ലല്ലോ, ഇതാ അവസാനമുള്ള ലാബ് റിപ്പോർട്ട് പ്രകാരം എല്ലാം നോർമലാണല്ലോ എന്ന് വിചാരിച്ചേടത്തു നിന്നാണ് അള്ളാഹു കൊണ്ടുപോയത്. പരിഗണിച്ചതുപോലുമില്ല അള്ളാഹു ഞങ്ങളുടെ പ്രായത്തെ, പരിഗണിച്ചതുപോലുമില്ല അള്ളാഹു ഞങ്ങളുടെ ആഗ്രഹത്തെ, പരിഗണിച്ചതുപോലുമില്ല അള്ളാഹു ഞങ്ങളുടെ സമ്പത്തിനെ. ഒരു ദിവസം കൊണ്ടുപോയി. സഹോദരങ്ങളെ, മക്കളെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ, ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു കൊണ്ടുപോയത്. അതേ അവസ്ഥ നിങ്ങൾക്കും വരരുതേ എന്ന് 1000 തവണ നമ്മുടെ ബന്ധുമിത്രാദികൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ വായിച്ചില്ലേ, സ്വന്തം മകളുടെ വിവാഹത്തിന്റെ അന്ന് നാട്ടിലുള്ള ആളുകളെ മുഴുവൻ സ്വന്തം കുട്ടിന്റെ കല്യാണത്തിന് ക്ഷണിച്ചു. മകളുടെ നിക്കാഹ് അവിടെ വെച്ച് നടന്നു. അവിടെയുള്ള പണ്ഡിതൻ നിക്കാഹ് ഖുത്ബ നടത്തി, വലിയന്റെ കൈപിടിച്ച് വരനെ ഏൽപ്പിച്ച് പ്രാർത്ഥന ചൊല്ലി ആളുകൾക്ക് വലീമ കൊടുക്കാൻ. ആ സമയത്ത് മകന്റെയും മരുമകളുടെയും കൂടെ ഫോട്ടോ എടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതേ സ്റ്റേജിൽ വെച്ച് തലകറങ്ങി താഴേക്ക് വീണു. നമ്മൾ ആലോചിക്കണം, സ്വന്തം മകൾ പുതുമണവാട്ടിയായി നടന്നു പോകുന്നത് കിനാവ് കണ്ട അതേ പന്തലിൽ, അതേ ഓഡിറ്റോറിയത്തിൽ, അതേ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു വാപ്പയുടെ മയ്യത്ത് കൊണ്ടുപോകാൻ. ആ വാപ്പാക്ക് സംസാരശേഷി ഇന്നുണ്ടായിരുന്നെങ്കിൽ ആ വാപ്പ എന്ത് പറയും നമ്മളോട്? നോക്കിൻ, എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം നിന്റെ കുട്ടി, ആ കുട്ടിയുടെ ജീവിതം ഒരു ദിവസം പോലും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. കൂട്ടരെ, ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയിട്ടല്ല അല്ല കൊണ്ടുപോകുക. അതുകൊണ്ട് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുമ്പോഴും അവനവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ചും അവിടെ വിജയിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കണം കേട്ടോ എന്നാ ഉപ്പ പറയും. ഉറപ്പാണ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ, നമ്മൾക്കത് കേൾക്കാൻ കഴിയുമെങ്കിൽ ആ ഉപ്പ അതായിരിക്കും പറയുക. പത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് വായിച്ച്, 24 25 വയസ്സുള്ള 3-4 ചെറുപ്പക്കാരാണ് യാത്ര പോയി. യാത്ര കഴിഞ്ഞ് ആ വാഹനത്തിന്റെ ഡ്രൈവറായ കൂട്ടുകാരൻ 3 കൂട്ടുകാരെയും വീട്ടിലിറക്കി അവന് സ്വന്തം വീട്ടിലേക്ക് വാഹനമായിട്ട് പോകാൻ. കണ്ണറിയാതെ ചുമ്മി.
താഴ്ന്നു. ലോറിയുമായി വണ്ടി കൂട്ടിമുട്ടി, കീഴ്മേൽ മറിഞ്ഞു. രക്തത്തിൽ കുളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ 23 വയസ്സുകാരൻ പിടഞ്ഞു മരിച്ചു. സഹോദരങ്ങളെ, അവൻ ഇന്നൊരാഴ്ചയായി ഖബറിലാണ്. അവന് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, അവൻ എന്തായിരിക്കും പറയാ? അവൻ പറയുന്നുണ്ടാകും, കൂട്ടുകാരെ, ഞാനിതാ ഇവിടെ ഒറ്റക്കാണ്, ഇരുട്ടിലാണ്, ഞാൻ മരിക്കും വരെ കട്ടക്ക് കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരും ഇന്നില്ല. എനിക്കാണ് ചോദ്യങ്ങൾ, എനിക്കാണ് ഉത്തരം പറയേണ്ടത്. എടാ, ഇപ്പോഴത്തെ ഈ ജീവിതം അടിച്ചു പൊളിച്ചൊക്കെ പോയി അവസാനം വന്നാൽ നമുക്ക് തൗബ ചെയ്ത് നന്നാകാം എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് നിങ്ങളാരും എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കൂടെയില്ലല്ലോ എന്നവൻ പറയുന്നുണ്ടാകില്ലേ? പ്രിയപ്പെട്ടവരെ, ഉണ്ടാകും. ആരോടാണ് പറയുന്നത്? ആയുസ് ദീർഘിച്ചു കിട്ടിയ നമ്മളോടാണ്. ഒരു കാര്യം നമ്മൾ അറിയണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ അസ്ബഹത, വിശ്വാസികളെ, സുബഹി അല്ല തന്നാൽ, ജുമഅക്ക് പള്ളിയിൽ വരാൻ അല്ലാഹു തൗഫീഖ് തന്നാൽ, ഫലാ തൻതളിറിൽ മസാ, വൈകുന്നേരം വരെ ജീവനോടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണ്ട. ഖുത്ബ കേൾക്കുന്നതിന്റെ ഭാഗമല്ല, അല്ലാഹു നിശ്ചയിച്ച ദീനിന്റെ ഭാഗമാണ്. വൈകുന്നേരം വരെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണ്ട. ഫഇദാ അംസൈത്, ഇനി അഥവാ വൈകുന്നേരം കുടുംബത്തോടൊപ്പം കടന്ന് സന്തോഷത്തോടുകൂടി കിടക്കാൻ കഴിഞ്ഞാൽ, ഫലാ തൻതളിറു സബാഹ്, സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കണ്ട. എന്തേ കാരണം? പടച്ചോൻ കൊണ്ടുപോകും, ഉറപ്പാണ്, അല്ലാഹു കൊണ്ടുപോകും. നമ്മുടെ നാട്ടിൽ ഇന്ന് ഖബറിൽ കിടക്കുന്ന 10,000-കണക്കിന് ആളുകൾ 20ന്റെ താഴെയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ 30ന്റെ താഴെയാണ്, കോടിക്കണക്കിന് മനുഷ്യർ ധനാഢ്യന്മാരാണ്. സഹോദരങ്ങളെ, ഹാർട്ട് പേഷ്യന്റായി മുന്നിൽ വന്ന ഒരു സഹോദരന് തന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി പ്രിസ്ക്രിപ്ഷൻ കുറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡോക്ടർ പേന താഴേക്ക് വീണ് രോഗിയുടെ മുന്നിൽ വെച്ച് മരണപ്പെട്ടു പോയത്. തന്റെ ഡോക്ടർ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി തന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് വന്ന പേഷ്യന്റിന്റെ മുന്നിൽ നിന്ന് ധനാഢ്യനായ, വിശ്വഗ്രനായ, ഹാർട്ടിന്റെ ഓരോ പൾസുകളും നരമ്പ് പിടിച്ച് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു ഡോക്ടർ രോഗിയുടെ മുന്നിൽ വെച്ച് കീഴ്മേൽ മറിയുമ്പം അള്ളാഹു നമ്മളോട് പറഞ്ഞ വാചകാൻ നമ്മുടെ മനസ്സിന്റെ ബോധ്യം ഉണ്ടാകണം. എന്തെന്നറിയോ? ഇപ്പോഴത്തെ ലാബ് റിപ്പോർട്ട് പ്രകാരമല്ല കൊണ്ടുപോകുക, ഇപ്പോഴത്തെ ആരോഗ്യം വെച്ചിട്ടല്ല മരണം, ഇപ്പോഴത്തെ നമ്മുടെ ഭക്ഷണവും നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്തും നമ്മുടെ പ്രായവും വെച്ചിട്ടല്ല മരണം. സഹോദരങ്ങളെ, ഇത് നമ്മൾക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടാനാണ് ഖബറിൽ കിടക്കുന്നവർ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ വാക്ക്, ഞങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾ വിചാരിക്കരുത്, ഏത് സമയത്തും കൊണ്ടുപോകാം. നമ്മൾ പോലും പറയല്ലേ സമങ്ങളെ, 25 വയസ്സുള്ള ഒരു യുവാവ് മരിച്ചാലേ നമ്മൾ പറയും അകാലത്തിൽ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡ് കാണാം, അകാലത്തിൽ ചരമം പ്രാപിച്ചു. സമങ്ങളെ, അകാലത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലമല്ലാതെ, കാലം തികയാതെ മരിച്ചുപോയി. അങ്ങനെ ഒരു മരണ ലോകത്ത് നടക്കുവോ? കാലം അള്ള നിശ്ചയിച്ചതാണ്. അദ്ദേഹം ഇന്ന ദിവസം, ഇന്ന സമയത്ത്, ഇന്ന സന്ദർഭത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അയാളുടെ കാലം. ആ സെക്കൻഡിലെ അള്ളാഹു അയാളെ കൊണ്ടുപോകുള്ളൂ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു മസ്ബൂഖീൻ. അള്ളാഹു നിശ്ചയിച്ച അന്ന് കൊണ്ടുപോകും. അതുകൊണ്ട് ഇന്ന് ഖബറിൽ കിടക്കുന്നവർ നമ്മളോട് പറയുന്നുണ്ടാകും, പ്രതീക്ഷിച്ച് ജീവിച്ചോളൂ, ഞങ്ങളെപ്പോലെ നിങ്ങളാകരുത്. ഞങ്ങൾ ഖുത്ബ കേട്ടിട്ടും ആയത്ത് കേട്ടിട്ടും ഈ പ്രായത്തിൽ ഇപ്പോഴിവിടെ വെച്ചിട്ട് മരിക്കുകയോ എന്ന് ഞങ്ങൾ ചിന്തിച്ചവരാണ്. പക്ഷെ അള്ള ഞങ്ങളെ കൊണ്ടുപോയി, ഞങ്ങളുടെ അതേ അവസ്ഥ നിങ്ങൾക്ക് വരരുതേ എന്നവർ പറയുന്നുണ്ടാകും. രണ്ടാമത്തേത്, മറ്റു ചിലർ ഇന്ന് ഖബറിൽ വെച്ച് നമ്മളോട് പറയുന്നുണ്ടാകും, പരലോകവും ഖബറും സത്യമാണടാ, ചതിയിൽ പെട്ടുപോകരുത് എന്ന്. പരലോകവും ഖബറും സത്യമാണ്, ചതിയിൽ പെട്ടുപോകരുത് എന്ന് നിലവിളിക്കുന്നുണ്ടാകും ചിലർ. സഹോദരങ്ങളെ, ലോകത്ത് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ തൗഫീഖ് എന്താ അറിയോ? ഏറ്റവും വലിയ അനുഗ്രഹം എന്താ അറിയോ? മുസ്ലിമായി, മുഅ്മിനായി ജീവിക്കാൻ അവസരം ഉണ്ടാക്കി, മുസ്ലിമാക്കി, മുഅ്മിനാക്കി, ഖുർആനും ഹദീസും പഠിക്കുന്ന ഒരു നാട്ടിലാക്കി, ദീൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഖുത്ബകൾ കേൾക്കാൻ അവസരം ഉണ്ടായി, എല്ലാം ഉണ്ടായി. ഇനി നമ്മൾക്ക് ദീനിയായി ജീവിച്ചാൽ മതി, കുറച്ചു കാലാണ്. പക്ഷെ എന്തേത് രസങ്ങളെ, ശൈത്വാൻ ഇടപെട്ടു. എന്നിട്ട് താൻ തോന്നിയാകാൻ, തോന്നിവാസിയാകാൻ, ധിക്കാരിയാകാൻ, അങ്ങനെ ജീവിക്കാൻ,
ശൈത്താൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു. എന്നിട്ട് ഇന്നുവരെ ഖുർആൻ പൂർണ്ണമായും ഓതാത്തവൻ, പ്രവാചകന്റെ ചരിത്രം ഒരു തവണയെങ്കിലും മലയാളത്തിലെങ്കിലും വായിച്ചു നോക്കാത്തവൻ, പ്രവാചകന്റെ ഹദീസുകൾ ലക്ഷക്കണക്കിന് വേണ്ട 40 ഹദീസെങ്കിലും ഒന്ന് വായിച്ചു നോക്കാത്തവൻ, പ്രവാചകന്റെ കല്യാണത്തെപ്പറ്റി വിമർശനത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ദീൻ ഇഷ്ടല്ലട്ടോ എന്ന് പറയാൻ തുടങ്ങി. ഒരു തവണ പോലും സീറത്ത് നബി വായിച്ചിട്ടില്ല. പക്ഷേ ആയിഷ ബീവിന്റെ കല്യാണം അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലട്ടോ. പരിശുദ്ധ ഖുർആൻ ഒരു തവണ പോലും, നമ്മുടെ നാട്ടിൽ നിന്നാണ് തഫ്സീർ എഴുതി തുടങ്ങിയത്, ആ നാട്ടിൽ നിന്ന് ഒരു തവണ പോലും ഒന്ന് വായിക്കാത്തവൻ, ഖുർആൻ പൂർണ്ണമായും ശരിയല്ല, അതിന്റെ അനന്തരാവകാശ നിയമം ശരിയല്ല എന്ന് യൂട്യൂബിലെ ഏതെങ്കിലും ഒരാളോ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയിട്ട് അവിടുന്ന് ഏതെങ്കിലും 4 ടീമോ ഒന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ശൈത്താൻ ഉണ്ടാക്കി തട്ടമഴിക്കാൻ തുടങ്ങി, നിസ്കാരം നിർത്താൻ തുടങ്ങി. എന്തിനാണ് പടച്ചോന് അള്ളാഹ്ക്ക് എന്തിനാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടുന്നത്? അള്ളാഹ്ക്ക് എന്തിനാണ് തട്ടമിടുന്നത്? പടച്ചോൻ എന്തിനാണ് സക്കാത്ത്? അള്ളാഹ്ക്ക് എന്തിനാണ് പള്ളി? ഈമാൻ കാര്യത്തിൽ 6ാമത്തെ യൗമുൽ ആഖിറയിലുള്ള വിശ്വാസം, ഖബർ ജീവിതത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള വിശ്വാസം അതിന്റെ ഭാഗമായി ഇല്ലാതെയായി. ശിക്ഷയൊന്നുമില്ലടാ, അങ്ങനൊന്നും ഉണ്ടാകൂലടാ, അങ്ങനെ വിചാരം ഉണ്ടാവൂലടാ, ഇതെന്താ വേറൊരു കോടതി മുറിയോ, പരലോകത്തിന്റെ മുന്നിൽ വേറെ ഇടിക്കൂടോ, ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മളും പെട്ടോയി. അല്ലാഹു അവരോട് വിളിക്കും, മരിക്കുന്നതോടുകൂടി ബോധ്യപ്പെടും ഈ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ വാക്കെന്തറിയോ? സുമ്മ ലതറവുന്നൽ ജഹീം, അവരുടെ നഗ്നനേത്രം കൊണ്ട് ഞാൻ നരകം കാണിപ്പിച്ചു കൊടുക്കും. ഖുർആന്റെ വാചകം, അള്ളാന്റെ വാക്കാണ്. അവരെങ്ങനെ നിർത്തും, നരകം ഇങ്ങനെ നേർക്കുനേരല്ല കാണിപ്പിച്ചു കൊടുക്കും. എന്തിനാണ് കാണിപ്പിച്ചു കൊടുക്കുന്നത്? അള്ളാന്റെ ചോദ്യം, അലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് സത്യമല്ലേ? നരകം സത്യല്ലടാ, പറയ്, നരകം സത്യല്ലേ? സ്വർഗം സത്യല്ലേ? നിസ്കാരത്തിന് കൂലില്ലേ? വാപ്പാനിമാനി നോക്കിന് കൂലില്ലേ? തോന്നിയാസം ചെയ്താൽ ശിക്ഷല്ലേ? ഹറാമ് ചെയ്താൽ കുറ്റമില്ലേ? അള്ളാഹുവിന്റെ നിയമമനുസരിച്ചവന് സ്വർഗല്ലേ? സിറാത്ത് പാലമില്ലേ? മീസാനില്ലേ? ഹൗദുൽ കൗസറില്ലേ? അലൈസ ഹാദാ ബിൽ ഹഖ്, ഉറക്കെ പറയടാ. അങ്ങാടിയിൽ ഫ്ലക്സ് വെച്ചവരെ ഉറക്കെ പറയ്, സത്യമല്ലേ? ഇത് അല്ലാഹ് എന്തിനാ പറയിപ്പിച്ചറിയോ? ദുനിയാവെന്ന് കുഫുറായിട്ട് മരിച്ചു പോകാതെക്കാൻ. ഖബർ ശിക്ഷയൊന്നുമില്ല, പരലോകമൊന്നുമില്ല, അത് വെറുതെ പറയാണ്, അത് പേടിപ്പിക്കാനാണ് എന്ന് ഈ പ്രായത്തിന്റെ അപക്വതയിൽ താന്തോന്നിയായി ലഹരിയും സ്വവർഗരതിയും അവനവന്റെ തോന്നിവാസങ്ങളും എല്ലാ ഹറാമുകളും വ്യഭിചാരവും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പരലോകത്തെയും ഖബറിനെയും നിഷേധിച്ചവരോട് അല്ലാഹ് ചോദിക്കും, അലൈസ ഹാദാ ഹഖ്ഖുൻ, ഇത് സത്യല്ലേ? അവിടെ വെച്ച് നമ്മൾ പറയും, നമ്മളല്ലാണ്ട് പറയും, ഖാലൂ ബലാ, പടച്ചോനെ സത്യാണ്, ഖബർ സത്യാണ്, ഖബർ സത്യമാണ്, ഞാൻ എവിടെ വെച്ച് മരിച്ചാലും ഖബറിന്റെ അനുഭവം ഉണ്ടാവും, എനിക്ക് സത്യമാണ്. പക്ഷെ അല്ലാഹുവിന്റെ വാക്ക് വറബ്ബനാ, പടച്ചോനെ, ഖാല, അപ്പല്ല പറയും, ഫദൂഖു അൽ അദാബ് ബിമാ കുൻതു തക്ഫുറൂൻ, ദുനിയാവെന്ന് ധിക്കരിച്ചില്ലായിരുന്നോ? പരലോക വിശ്വാസം, ഖബർ വിശ്വാസം, ദൈവവിശ്വാസം, ഈമാൻ, ഇഖ്ലാസ്, ഇതൊക്കെ വിഡ്ഢികൾക്കും വിവരമില്ലാത്തവർക്കും ബുദ്ധിയില്ലാത്തവരും പാരമ്പര്യമായി ഇൻഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, ഇത് പാരമ്പര്യമായ കെട്ടുകഥയാണ് നീ പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്നിട്ട് ഇവിടെ വന്നിട്ട് കണ്ണുകൊണ്ട് കണ്ടപ്പനക്ക് ബോധ്യായില്ലേ നിനക്കതിന്റെ ശിക്ഷ വരുന്നുണ്ട്. സഹോദരങ്ങളെ, അതിന്റെ 1ാം ഘട്ടം ഖബറിൽ അനുഭവിക്കുന്നവർ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ടാകും. സഹോദരങ്ങളെ, നിരീശ്വരവാദികളെ, നിർമ്മതവാദികളെ, അല്ലല്ലാന്ന് പറയണോലെ, ഖബറില്ലാന്ന് പറയണോലെ, പരലോകത്ത് വിചാരണയില്ല എന്ന് പറയണോലെ, ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് ചതിയിൽ പെടരുത്, നിങ്ങളെങ്കിലും നന്നാകണം എന്നവർ പറയുന്നുണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 3ാമത്തെ ഭാഗം ഉണ്ടാകും, ഖബറിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുണ്ടാകും. എന്താണെന്നറിയോ? എന്താ അവർ പറയുണ്ടാകറിയോ? വിഡ്ഢികളായി മരിച്ചു പോകരുതേ കൂട്ടരെ, ഞങ്ങളെപ്പോലെ. എന്താ വിഡ്ഢികളായി മരിച്ചു പോകരുതേ? ഒരു കാര്യം അറിയാം, ഞാനും നിങ്ങൾ എല്ലാവരും അറിയാം, ലോകത്ത് മുസ്ലിമീങ്ങളിൽ നന്നാകരുത് എന്ന് തീരുമാനിക്കുന്ന ഒരാളുമില്ല. ഈ ഇരിക്കുന്നതിൽ ആരെങ്കിലും, അങ്ങാടിയിൽ ഒരാൾ ഞാൻ നന്നാകൂല എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? പിന്നെ എങ്ങനെയാ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന അറിയോ? നന്നാകുവാൻ സമയമുണ്ടല്ലോ, തിരുത്തുവാൻ
സമയമുണ്ടല്ലോ, ശരിയാകുവാൻ സമയമുണ്ടല്ലോ എന്ന ശൈത്വാനീയത്തിന് അടിമപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് പോകുന്നവരാണ് മുസ്ലിമീങ്ങളിൽ നരകത്ത് പോണോല്. മുസ്ലിമീങ്ങൾ നരകത്ത് പോണവരാരറിയോ? നന്നാകാൻ സമയമുണ്ടല്ലോ എന്ന ശൈത്വാനീയത്തിൽപ്പെടുന്നവർ. ഒറ്റ വാചകം ആലോചിച്ചാൽ മതി. നാളെ മുതൽ നന്നാകാം എന്ന് വിചാരിച്ച 10,000-കണക്കിന് മനുഷ്യർ ഇന്ന് ഖബറിലുണ്ട്. നാളെ മുതൽ നന്നാകാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല കൊണ്ടുപോയി, പടച്ചോൻ കൊണ്ടുപോയി. സഹോദരങ്ങളെ, ഖബറിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടാകും, എടാ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവിഹിതം നിർത്തണമെന്ന്, ഞങ്ങളും കൊതിച്ചിരുന്നു. പലിശീന്ന് ഒഴിവാകണമെന്ന് ഞങ്ങളും കൊതിച്ചിരുന്നു. ഹറാമായ കാര്യം ഒഴിവാക്കണമെന്ന് ഞങ്ങളും കൊതിച്ചിരുന്നു. നിസ്കാരമൊക്കെ തുടങ്ങണമെന്ന് ഞങ്ങളും കൊതിച്ചിരുന്നു. ഇസ്ലാമിക വേഷം ധരിക്കണമെന്ന് ഞങ്ങളും കൊതിച്ചിരുന്നു. ദീനിയായി ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന്. പക്ഷെ ടൈമുണ്ടല്ലോ. ഖില്ലത്തുൽ അമൽ, കുറഞ്ഞു പ്രവർത്തിക്കുമ്പോഴും തൂലൽ അമൽ, സമയമുണ്ടല്ലോ എന്ന് ശൈത്താൻ തോന്നിപ്പിച്ചു. അതിൽ ഞങ്ങൾ പെട്ടുപോയി. നിങ്ങൾക്കത് വരരുത്. പ്രവാചകന്റെ ഹദീസ് എന്താ അറിയോ? നമ്മളോട് പ്രവാചകൻ നേർക്കുനേരെ സംസാരിക്കും പോലെ തോന്നും. പ്രവാചകന്റെ വാക്ക്, ഇന്നല്ലാഹ യുഖ്ബിലു തൗബ. അല്ലാഹു ഒരു മനുഷ്യൻ എത്ര തെറ്റ് ചെയ്താലും 80 കൊല്ലോ 90 കൊല്ലോ ഒരു വക്ത് നിസ്കരിക്കാതെ തെറ്റ് മാത്രം ചെയ്ത് പിന്നീട് പശ്ചാത്താപമുണ്ടായി അയാൾ നന്നാകണമെന്ന് തീരുമാനിച്ചാൽ, എത്ര കോടിക്കണക്കിന് പാപം ചെയ്ത് അയാൾ നന്നാകണം എന്ന് തീരുമാനിച്ചാൽ അത് അല്ലാഹു സ്വീകരിക്കും. ഏതുവരെ? മാലം യുഗർഗർ, മരണം തൊണ്ടക്കുഴിക്കെത്തുന്നത് വരെ. യുവാക്കളെ, വാപ്പാരെ, ഉമ്മാരെ, ബിസിനസ്സുകാരെ, അധ്യാപകരെ, നമ്മൾ നിലവിൽ നമ്മുടെ ജീവിതത്തിൽ ഹറാമുണ്ടെങ്കിൽ അറ്റാക്ക് വരുന്നത് വരെ കാത്തിക്കരുത്. നമ്മളെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുവന്നിട്ട് ആംബുലൻസ് ആൾക്കാര് ഡോക്ടർ മുമ്പ് പറഞ്ഞ വാചകം തിരിച്ചു കിട്ടൂല എന്നാ പറയണില്ലേ എന്ന് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ അവരുടെ കൈകളിൽ ആംബുലൻസിൽ കിടക്കുമ്പം, പടച്ചോനെ, ഇന്റെ സക്കാത്ത്, ഞാൻ കൊടുത്തു വീട്ടേണ്ട കാര്യങ്ങൾ, ഞാൻ ഒഴിവാക്കേണ്ട ഹറാമുകൾ, എന്റെ ഫോണിലും എന്റെ ലാപ്ടോപ്പിലുമുള്ള തോന്നിയാസങ്ങൾ, ആരാരും അറിയാതെ ഞാൻ ചെയ്യുന്ന പച്ചയായ വ്യഭിചാരങ്ങൾ, പടച്ചോനെ തൗബ ചെയ്യാനൊരു അവസരല്ലേ എന്ന് ആലോചിച്ച് അങ്ങനെ മരിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്, മാലം യുഗർഗിർ, തൊണ്ടക്കുഴിക്ക് മരണമെത്തി മരിക്കുന്നുറപ്പായാൽ പിന്നെ പടച്ചോൻ തൗബ സ്വീകരിക്കൂല. എപ്പോഴാ നമ്മൾ മരിക്കുക? അല്ലാഹു അഅലം. അറിയില്ല. പ്രസംഗിച്ചു കൊണ്ടിരിക്കെ മിമ്പറിൽ നിന്ന് രണ്ടാം ഖുത്ബക്കിടയിൽ താഴേക്ക് ചലനമറ്റ് വീണാൽ അതാണ് അല്ലാഹു മൗലവിക്ക് നൽകിയിട്ടുള്ള ആയുസ് കഴിഞ്ഞു. അത്രയും നേരം ഒച്ചട്ട ആളാണല്ലോ, പള്ളിക്കൊക്കെ വരുമ്പോ പ്രശ്നമില്ലല്ലോ. അതൊക്കെ നാടൻ വർത്താന കൂട്ടരെ. അല്ലാഹു കൊണ്ടുപോയി. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് പാപങ്ങളില്ലാതെയാക്കി പോകാൻ കഴിയണം. ഖുർആനിന്റെ ആയത്ത് ഞാൻ ആവർത്തിച്ചു പറയാൻ, നമ്മളെയൊക്കെ തെറ്റുണ്ടെങ്കിൽ സഹോദരങ്ങളെ, മരിക്കുന്നുറപ്പായാൽ, മരണം തൊണ്ടക്കുഴിക്കെത്തിയാൽ, ഉമ്മാരെ ബാപ്പാരെ, പിന്നീട് തൗബ ചെയ്താൽ പടച്ചോൻ സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. നമ്മൾ ചെയ്യണം. നമ്മൾ ഓരോ ഖുത്ബ കേൾക്കുമ്പോഴും നമ്മൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഉടനെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം. ഖുർആന്റെ വാക്കാണ്, ലൈസത്തി തൗബ, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാലും അല്ലാഹു സ്വീകരിക്കൂല. എപ്പോ? അല്ലദീന യഅമലൂന സയ്യിആത്ത്, തെറ്റുകൾ ഇങ്ങനെ ചെയ്യാ, അതല്ല പ്രശ്നം. ഹത്താ ഇദാ ഹളറ അഹദുകുമുൽ മൗത്ത്, മരിക്കുന്നത് വരെ തെറ്റില് ഖുത്ബ കേൾക്കും. ആ നോക്കട്ടെ, സമയമുണ്ടല്ലോ, ഒറ്റ ഖുത്ബ കൊണ്ട് തന്നെ അതൊക്കെ പാടങ്ങൾ മാറ്റിയാൽ എന്താ നമ്മൾ സഹാബാക്കളോ? ഇതിന്റെ 4 ആൾക്കാർ കൂടി ഇങ്ങനെ ചിരിക്കാണ്ടാവും. അയിമങ്ങനെ നമ്മൾ പോയി ഒക്കെപ്പാടങ്ങോട്ട് മാറിയാ പിന്നെ നമ്മളൊരു നിലയും വിലയില്ലാത്തവനാവൂലേ? ഇത് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതല്ലേ? ഒരു ഖുത്ബ കൊണ്ടൊക്കെ മാറ്റിയേ. സഹോദരിമാരെ സംസാരാണ്. നമ്മൾ ഇതുവരെ ഉണ്ടായതൊക്കെ മാറിയേ. എന്താപ്പത്? മനുഷ്യന്മാരല്ലേ, മലക്കാളൊന്നല്ലല്ലോ. ഈ വർത്താനായിട്ട് ഇങ്ങനെ പോയി. അള്ള പറയാൻ, മരിക്കുന്നത് വരെ തെറ്റിൽ പോകുക. കാല, മരിക്കും എന്നുറപ്പാകുമ്പോ അവനവന്റെ കയ്യ് സ്വിച്ചിടുന്ന സമയത്ത് ഷോക്കടിച്ചിട്ട് കൈയിങ്ങനെ വിറച്ചിട്ട് മരിക്കുമെന്നുറപ്പാകുമ്പോ
എതിർദിശയിൽ നിന്ന് വന്ന വണ്ടി നമ്മുടെ വാഹനത്തിലിടിച്ച് നമ്മുടെ മൂക്കിൽ നിന്നും തലയിൽ നിന്നും ബ്ലഡ് വന്നിട്ട് ആര് രക്ഷിക്കാനില്ലാതെ ഞാനിതാ ഇവിടെ നിന്ന് ഞെരിഞ്ഞമർന്ന് മരിക്കുകയാണ് എന്നെനിക്ക് ബോധ്യപ്പെടുന്ന സമയത്ത്, ഫുട്ബോൾ കളിക്കിടെ മറ്റൊരാള് കാലുകൊണ്ട് തള്ളിയിട്ട് തല നിലത്തടിച്ച് കൈകൾ ഇങ്ങനെ വെച്ചപ്പോ കൈയിലൂടെ തലയിൽ നിന്ന് വരുന്ന ബ്ലഡ് ഇങ്ങനെ ഒഴുകി തലയും ശരീരവും ഇങ്ങനെ തരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പം ഞാൻ മരിക്കാണ് എന്ന് ബോധ്യപ്പെടുമ്പം ഇന്നീ തുബുത്തുൽ ആൻ, പഠിച്ചോനെ ഞാൻ നന്നായിക്കോളാം നാഥ, നിസ്കാരിന്റെ പലതും പോണ്ട്, ഞാൻ ഇഞ്ഞ് നിസ്കരിച്ചോളാം നാഥ, ഖുർആൻ ഓതിക്കോളാം നാഥ, അവിഹിതം നിർത്തിക്കോളാം നാഥ, പലിശ ഒഴിവാക്കിക്കോളാം നാഥ, ഹറാമായ സമ്പാദ്യം ഞാൻ നിർത്തിക്കോളാം നാഥ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി തെറ്റുകളില്ലാതെ ജീവിച്ചോളാം നാഥ എന്ന് പറയുന്നവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. എന്നിട്ട് അല്ലാഹുവിന്റെ വാക്ക് വലല്ലദീന യമൂതൂന വഹും കുഫാർ, അവർ കാഫിറുകളായിട്ടായിരിക്കും മരിക്കുക. ഉണ്ടാകരുത്. ഖബറ് കിടക്കണ എത്ര മനുഷ്യർ ഇത് അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അറിയോ? പള്ളിക്ക് വരാത്തോണ്ടല്ല, ആയത്ത് കേൾക്കാത്തോണ്ടല്ല, കമ്പനി ഇങ്ങോട്ട് കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതിയടാ തീരുമാനിച്ചു. അള്ളാഹു കൂട്ടുകാരൻ എഴുതി വെച്ച ആയുസ് 70 അവൻ എഴുതി വെച്ച ആയുസ് 36 ആയിരുന്നു. ഓനോട് കൊണ്ടുപോയി അല്ല. ആ 86-ലും 40-ലും നമ്മൾ പെട്ടാൽ ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല സഹോദരങ്ങളെ, നമ്മളും അവിടെ വെച്ച് കരയേണ്ടി വരും. 3 കാര്യാ പറഞ്ഞത്. ഒന്ന്, അവർ പറയുന്നുണ്ടാകും, ബാപ്പ പറയുന്നുണ്ടാകും, കൂട്ടുകാര് പറയുന്നുണ്ടാവും, നമ്മളെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ച് ഇന്ന് ഖബറിൽ കിടക്കുന്ന ആൾക്കാർ പറയുന്നുണ്ടാകും, ഞങ്ങളെപ്പോലെ മരിക്കും എന്ന് പ്രതീക്ഷിക്കാതെ മരിക്കരുതേ, നിങ്ങൾ മരിക്കാൻ വേണ്ടി തയ്യാറായി ജീവിച്ചോളൂ, എങ്കിൽ സന്തോഷം ഉണ്ടാകും. 2, ഖബറും പരലോകമൊന്നുമില്ല, കെട്ടുകഥയാണ് എന്ന് പറയുന്ന കാഫിരീങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കരുതേ, ഞങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് അന്നാറു ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ, നരകവും സ്വർഗവും സത്യമാണ്. അതുകൊണ്ട് അവരുടെ അന്ധവിശ്വാസികളായ ആളുകളുടെ കാഫിരീങ്ങളുടെ വാചകം നിങ്ങൾ പിൻപറ്റരുതേ. 3-ാമത്തേത്, അള്ളാഹു നമ്മൾക്ക് നൽകിയ സമയത്തിന്റെ ഉള്ളിൽ കഴിവിന്റെ പരമാവധി പെട്ടെന്ന് ഹറാമുകളിൽ നിന്ന് മാറി നിന്നോളൂ. ജീവിതത്തിൽ ഏത് സമയത്തല്ല കൊണ്ടുപോകുമ്പോഴും അവസാന സമയം വരെ തെറ്റുമായി കാത്തു നിൽക്കരുതേ, പെട്ടെന്ന് തൗബ ചെയ്തോളൂ. ആരെയും കാത്തു നിൽക്കേണ്ട. ഞങ്ങൾക്ക് പറ്റിയൊരമളി, ഞങ്ങൾക്ക് പറ്റിയൊരബദ്ധം നിങ്ങൾക്ക് പറ്റരുതേ എന്നവർ പറയുന്നുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, 4-ാമത്തെ കാര്യം, അവര് ഖബറിൽ കിടക്കുന്ന ആളുകൾ പറയുന്ന 4-ാമത്തെ കാര്യം ഇതായിരിക്കും. തെറ്റിൽ നിന്ന് മാറി നിന്നോളൂ പെട്ടെന്ന് എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾ കാത്തു നിൽക്കാതെ ചെയ്തോളൂ, അവസരമുണ്ടാവുകയില്ല. ഒന്നുകൂടി പറയാൻ, സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾ മാറ്റിവെക്കാതെ പെട്ടെന്ന് ചെയ്തോളൂ, പിന്നീട് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. ഞങ്ങളെപ്പോലെ എന്നവർ പറയുന്നുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ മരണാസന്നനായി കിടക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ഈ സംഭവം പോകരുത് കേട്ടോ. എങ്ങനെയാണ് ജീവിതത്തെ നബി കാണിച്ചെന്നത് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുമ്പോൾ തുകൽ സഞ്ചി, പ്രവാചകൻ എല്ലാ കടവും അങ്ങനെ വിട്ടിട്ട് തുകൽ സഞ്ചി അത് പ്രവാചകൻ വിറ്റു. 7 ദീനാറ് കിട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 ദീനാറ് കടം വീട്ടാണ്ടേയിരുന്നു. ആ 3 ദീനാർ ഈ 7 ദീനാറിൽ നിന്ന് കടം വീട്ടി. ബാക്കി 4 ദീനാർ മഹദിയായ ഭാര്യ നമ്മുടെ അമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ, ഇത് ഈ നാട്ടിലുള്ള 4 ദീനാറുള്ളൂ, പക്ഷെ ഈ നാട്ടിലുള്ള പാവങ്ങൾക്ക് ഇത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് പ്രവാചകന് കുറച്ച് ഉടനെ ബോധം പോയി. സഹാബാക്കൾ വെള്ളം കൊണ്ടുവന്നു, തലയിലൂടെ ഒഴിച്ചു, ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യമാണ് ആദ്യം ചോദിച്ചു. ഒന്ന്, നിസ്കാരത്തിന്റെ സമയമായോ? 2-ാമത്തെ ചോദ്യം എന്താ അറിയോ?
ആയിഷ ഈ 4 ദീനാറ് കൊടുത്തോ? ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ ഇല്ല, കൊടുത്തിട്ടില്ല. എന്റെ ആയിഷ കൊടുക്കാൻ? നബി നിങ്ങൾ അത് പറഞ്ഞിട്ട് നിങ്ങൾ ബോധം കെട്ടുപോയില്ലേ? ഞാൻ നിങ്ങളെ ട്രീറ്റ്മെന്റ് അല്ലേ ശ്രദ്ധിക്കുക നബി, സമയമുണ്ടല്ലോ. ആ സമയത്ത് മരണാസന്നനായി കിടക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്കെന്താ? ആയിഷ, ഞാൻ മരിച്ച അള്ളാന്റെ മുന്നിലേക്ക് എത്തുമ്പം ഒന്നുമില്ലാത്തവനായി നിന്റെ മുഹമ്മദ് നബി അള്ളാനെ കണ്ടുമുട്ടണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിന്റെ കാര്യം നോക്കി ഇവിടെ നിന്നോ? അല്ല, ഞാൻ അവിടേക്ക് എത്തുമ്പോ എനിക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ പറയുന്ന കുറച്ച് നന്മകൾ ഉണ്ടാകണമെങ്കിൽ ആയിഷ ഞാൻ പറഞ്ഞ സമയം കൊണ്ടുപോയി കൊടുക്ക. ആയിഷ, നിന്റെ കാര്യം നോക്കാൻ ബാക്കിയുള്ളവരില്ലേ? ഞാൻ മരിച്ചു, പിന്നെ അതിന്റെ അനന്തര സ്വത്തായില്ലേ ആയിഷ? പിന്നെ അതിന്റെ അനന്തര സ്വത്തായില്ലേ? ആയിഷ കൊടുക്ക്, നീ കൊടുക്ക്. എനിക്ക് പരലോകത്ത് ഞാൻ മരിക്കണീന് മുന്ന് എന്റേതാക്കി മാറ്റണം. ഇത് മനസ്സിലുണ്ടാണം. നമ്മളെല്ലാ തിരക്കും കഴിഞ്ഞ് ഒന്നിന് കഴിയില്ല കൂട്ടരെ, ഒന്നിൽ നമുക്ക് അസുഖം വരും. അപ്പൊ ഈ പൈസ മൊത്തം ട്രീറ്റ്മെന്റിന് വേണ്ടി വരും. അല്ലെ നമ്മളെ കുടുംബത്തിന് അസുഖം വന്നാൽ കഴിഞ്ഞ് നമ്മൾ ആഗ്രഹം ഉണ്ടാവും, ഇന്നതിന് പോകണം, ഇന്നതിന് കൊടുക്കണം, ഇന്ന ഭാഗത്തൊക്കെ ഉണ്ടാവണം. ഇപ്പോഴുള്ള ഈ കാലം ഉണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് സാമ്പത്തികമായോ ശാരീരികമായോ പ്രയാസം വന്നാലും അള്ളാഹിനോട് സന്തോഷത്തോടുകൂടി പറയാം, പടച്ചോനെ ആവതുള്ള കാലഘട്ടത്ത് നാഥ ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്, നാഥ പ്രയാസപ്പെടുമ്പോഴും നീ അതിന്റെ കൂലി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കി, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട്, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞ് വിചാരിച്ചു, കുറച്ചു കഴിഞ്ഞു എന്തെങ്കിലും സാമ്പത്തികമായി താഴേക്ക് വന്നു, മരണം വന്നു, അസുഖം വന്നു, അന്ന് മുഴുവൻ പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ സങ്കടം ഉണ്ടാവും. ആവതുള്ള കാലത്ത് പടച്ചോനെ നീട്ടിവെച്ചും ചെയ്തു, ഇപ്പോഴാണെങ്കിൽ കൊടുക്കാനും കഴിയില്ല. എന്ത് സമാധാന കൂട്ടരെ കിട്ടുക സഹോദരങ്ങൾ. അതുകൊണ്ട് ഉള്ള സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ മരിക്കണീന്റെ മുന്നിൽ ചെയ്യണം. ഖുർആനിന്റെ ഒരു ആയത്ത് കൂടി പറയാൻ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അള്ളാഹുവിന്റെ ഒരു അധ്യായം തുടങ്ങാട്ടോ. ജനങ്ങൾക്ക്, നമ്മക്ക്, ഈ മഹലിലെ നമ്മക്ക് അള്ളാഹുവിന്റെ വിചാരണ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. ആരുതാണ് അറിയില്ല, നമ്മളൊക്കെ അതിൽ പെട്ടതാണ്, ഞാനടക്കയിൽ പെട്ടതാണ്, തൊട്ടടുത്ത് നിൽക്കാൻ. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ, തൊട്ടടുത്ത് മരണത്തിന്റെ ഡേറ്റ് എത്തിയ മഹാഭൂരിപക്ഷം ആൾക്കാരും അതിനെക്കുറിച്ചും സ്വർഗം കിട്ടുവാൻ നന്മകൾ ചെയ്യുന്നതിനെ കുറിച്ചും അശ്രദ്ധമായി നീട്ടിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നമ്മൾ ഉണ്ടാകരുത്, ഒരിക്കലും ഉണ്ടാകരുത്. എന്നും മരിച്ചവരെ കുറിച്ച് ആലോചിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുമ്പോഴും ഇതാലോചിക്കുക, അവർ നമ്മളോട് എന്തായിരിക്കും പറയുന്നുണ്ടാകുക, അവരെന്തായിരിക്കും പറയുന്നുണ്ടാകുക. എടാ ഞാൻ പോയപ്പം വീട് പണി ഒരു നിലയല്ലേ ആയതുള്ളൂ, ബാക്കി ഫുള്ളായിക്കണോന്ന് പോലെ കബർന്ന് ചോദിക്കുന്നുണ്ടാകുവോ? ഞാൻ പോകുമ്പോ നമ്മളെ പാർട്ടി പഞ്ചായത്തിൽ ആകെ ഒരു സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി പാർട്ടിയുടെ ഭരണം ഉണ്ടായിക്കണോ എന്ന് ചോദിക്കുന്നുണ്ടാകുവോ? അല്ല, എടാ ഇന്നെപ്പോലാകരുതിട്ടടാ, ഖബറിലെ ശിക്ഷയും രക്ഷയും സത്യാനിട്ടടാ, അമൽ സ്വാലിഹാത്തുകൾ പെട്ടെന്ന് ചെയ്തു വന്നോടാ, ഹറാമുകൾ പരമാവധി പെട്ടെന്ന് ഒഴിവാക്കിക്കടാ, എന്നിട്ട് മുഅ്മിനായി സ്വർഗത്തിന്റെ കവാടം ഖബറിലേക്ക് കിട്ടുന്നവനായി എന്റെ കൂടെ വാടാ എന്നായിരിക്കും അവർ പറയാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനും പുണ്യങ്ങൾ ചെയ്യാനും മരിക്കുന്നതിന്റെ മുൻപ് അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ച് മരണപ്പെട്ടു പോകാനും നാഥ ഞങ്ങൾക്ക് ഈമാനും തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഹറാമായ തെറ്റായ നരകം കിട്ടുന്ന കാര്യത്തിൽ നിന്ന് നാഥ തൗബ ചെയ്ത് പെട്ടെന്ന് മടങ്ങി സംശുദ്ധരായ ഈമാനോടുകൂടി ജീവിക്കുവാൻ നാഥ നീ ഞങ്ങൾക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും കാലം ഞങ്ങളെ സഹായിച്ചവർ നാഥ അവരുടെ ഖബർ ജീവിതം നീ പരിശുദ്ധമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഗൾഫ് നാടുകളിലും കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ബന്ധുമിത്രാദികളും ജ്യേഷ്ഠാനുജന്മാരും മാതാപിതാക്കളും ഉണ്ട് നാഥ. നീ അവർക്കെല്ലാം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും
ഹലാലായ വരുമാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തിൽ